ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഹാള് ക്ലീൻ ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഒരു കടലക്കറിയുടെ റെസിപ്പിയും ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിവിടെ വെള്ളക്കടല എടുത്ത് തലേ ദിവസം കുതിർത്ത് രാവിലെ ഇപ്പോൾ കുക്കറിലിട്ടൊരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്ത കടല നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിൽ നിന്ന് ഒരു 2 സ്പൂൺ കടല ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സ്ലൈസായിട്ട് അരിഞ്ഞ സവാളയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് മാറ്റി വെച്ചിരുന്ന കടലയില്ലേ അതൊഴിച്ചു കൊടുക്കാം. കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അരച്ചൊഴിച്ചു കൊടുക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടലയില്ലേ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി അതിലങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളയ്ക്കണം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ നല്ല തിളച്ച് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 പിടി തേങ്ങ പാല് പിഴിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി അങ്ങ് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ അടിപൊളി കടലക്കറി ഇവിടെ റെഡിയായി. അതിൻ്റെ കൂടെ ഞാനിവിടെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതുപോലെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ ദോശ ചുടുന്നതൊന്നും ഇതിൽ കാണിക്കുന്നില്ല. ദോശയും കൂടെ ചുട്ട് കടലക്കറിയും കൂടെ ചേർത്ത് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിളിക്ക് തീറ്റി കൊടുക്കാൻ പോയ സമയത്ത് ആ തിനയെല്ലാം താഴെ വീണ് കിടക്കും. അതെല്ലാം വന്ന് കഴിക്കാൻ 1-2 പ്രാവുകൾ വന്നിരുന്ന് കഴിക്കുക. അങ്ങനെ ഞാൻ കർട്ടനുകളെല്ലാം ഒന്ന് കഴുകി മുകളിൽ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീനിങ് എല്ലാം കഴിയുമ്പോഴേക്കും അത് ഉണങ്ങി കിട്ടും. ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം എടുത്ത് വിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന്
പൊടിയെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കുക. ഇതിൽ കാണുമ്പോൾ പൊടിയൊന്നും തോന്നുന്നില്ല, പക്ഷേ നല്ല പൊടിയാണ്. ഇവിടെ റോഡ് കോൺക്രീറ്റ് റോഡായിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ വണ്ടികൾ പോകുമ്പോൾ നല്ല പൊടി, ആ കോൺക്രീറ്റിൻ്റെ പൊടി മൊത്തവും നമ്മുടെ വീട്ടിൽ വന്ന് കയറും. അവിടെ ഇപ്പോൾ കതവും ജനലൊന്നും അധികം നേരം തുറന്നിടാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ മൊത്തത്തിൽ ഞാൻ തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പം തുണി നനച്ചിട്ട് സെറ്റിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. വെള്ളത്തിൽ ലൈസോൾ ഒഴിച്ചിട്ട് അതിൽ മുക്കിപ്പിഴിഞ്ഞ ഒരു ടവൽ കൊണ്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത്. ഇത് ജാസ്മിൻ്റെ മണമുള്ള ലൈസോളില്ലേ, ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. ഓരോ ബോട്ടിൽ കഴിയുന്നതനുസരിച്ച് ഞാൻ ഓരോ ഫ്ലേവർ മാറ്റി മാറ്റി വാങ്ങിക്കും. ഇപ്പം ഞാൻ മുല്ലപ്പൂവിൻ്റെ ബോട്ടിലാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നല്ലൊരു മണമാണ്. ഇപ്പോൾ സെറ്റിയിൽ മൊത്തം അങ്ങ് പൊടിയാണ്, അതുകൊണ്ട് ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കണം. സെറ്റിയെല്ലാം തുടച്ചെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പം ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ സ്പീഡിൽ കാണിക്കുന്നത് കൊണ്ട് എളുപ്പം തീരുന്നെന്ന് തോന്നുന്നതാണ്. പക്ഷേ ഞാൻ ഒത്തിരി നേരം നിന്ന് തുടച്ചിട്ടാണ് ഇതൊക്കെ തീർന്നത്. രാവിലെ ഒരു 11 മണിക്ക് തുടങ്ങിയത് വൈകിട്ട് 3 മണി വരെ ഇതൊക്കെ ചെയ്യലായിരുന്നു ജോലി. ജനലൊക്കെ തുടച്ച് കഴിഞ്ഞ് ഇനിയിപ്പം ഡൈനിങ് ടേബിളിൻ്റെ കസേരയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ബക്കറ്റിൽ വെള്ളമായിട്ട് വന്ന സമയത്ത് ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ വന്നെന്ന് വിളിക്കുകയായിരുന്നു. പിന്നെ അവർക്ക് ഞാൻ പ്ലാസ്റ്റിക് എല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും വന്ന് ഇനിയിപ്പോൾ അടുത്ത ഫാൻ തുടയ്ക്കുകയാണ്.
ഫാനും തുടച്ച് കഴിഞ്ഞ് ഇനിയിപ്പം തറയും കൂടെ തുടച്ചെടുക്കാം. ഇപ്പോൾ കസേരകളെല്ലാം ടേബിളിൻ്റെ ചുറ്റിലും അങ്ങനെ റെഡിയാക്കി ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി ഭാഗം കൂടെ തുടച്ചെടുക്കാം. ഞാൻ ടേബിളിൻ്റെ നടുക്കൊരു ബൗളിൽ ലക്കി ബാമ്പ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഹാളിൻ്റെ ബാക്കി ഭാഗം കൂടെ തുടച്ചെടുക്കാം. ഇനിയിപ്പോൾ ആ CD പ്ലെയറും കൂടെ ഒന്ന് തുടച്ചെടുക്കട്ടെ. ഇങ്ങനെ എല്ലാം തുടച്ച് വൃത്തിയാക്കി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എല്ലാം കാണുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു പൊടിയും കാണത്തില്ല. നമ്മളെന്തെങ്കിലും മനസ്സിൽ വിഷമം തോന്നുന്ന സമയത്ത് ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്താൽ മതി. അപ്പം നമ്മുടെ വിഷമം എല്ലാം മാറിക്കിട്ടും. വീട് ക്ലീനായിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി എല്ലാം നമ്മൾ വൃത്തിയാക്കി വെക്കണം എപ്പോഴും. ഇനിയിപ്പോൾ വാഷ് ബേസിൻ്റെ അടുത്ത് ആ ഗ്ലാസും കൂടെ ഒന്ന് തുടച്ചെടുക്കുക. അതിലൊന്നും പിന്നെ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കും. കുറച്ചിങ്ങ് അകത്തോട്ടായതുകൊണ്ട് അതിലൊന്നും വലിയ പൊടിയില്ല. ഡൈനിങ് ടേബിളൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും തുടയ്ക്കുന്നത് കൊണ്ട് അതൊന്നും കുഴപ്പമില്ല. അപ്പോഴേക്കും നമ്മളെ കർട്ടനെല്ലാം ഞാൻ കഴുകിയിട്ടിരുന്നത് ഉണങ്ങി റെഡിയായി വന്നു. ഇനി അതെല്ലാം ഒന്ന് കറക്റ്റ് സ്ഥലങ്ങളിലൊന്ന് ഇട്ട് കൊടുക്കുന്നതാണ് ഇനി ഏറ്റവും വലിയ പണി. ഞാനിവിടെ എപ്പോഴും എടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടാണ് കർട്ടനൊക്കെ ഇട്ടേക്കുന്നത്. പൈപ്പിലും നല്ല പൊടിയുണ്ട്. അപ്പോൾ അതുമെല്ലാം നല്ലതുപോലെ ഒന്ന് തുടച്ച്, നനഞ്ഞ തുണി കൊണ്ട് ആദ്യം തുടയ്ക്കും, പിന്നെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ചാൽ അത് എടുക്കുന്നത്.
ഇനി സെറ്റിയെല്ലാം കറക്റ്റ് സ്ഥാനത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഹാൾ ഒരുവിധം ക്ലീനായി. ഫ്രണ്ടിൽ ഒരു കഴുകി വെച്ചിരുന്ന ഒരു ചവിട്ടുമെത്തയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാടിയ ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മണ്ണിലാണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ ക്ലീനിങ് പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതെല്ലാം ജോലികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശപ്പായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗോതമ്പിൻ്റെ ഒരു ഇലയപ്പം ഉണ്ടാക്കാമെന്ന്. വട്ടയില വെച്ചിട്ട് ഇലയപ്പം ഉണ്ടാക്കത്തില്ലേ, അത് ഞാൻ ഗോതമ്പിൻ്റെ മാവ് എടുത്ത് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല. ഗോതമ്പ് ഇതുപോലെ ഉപ്പും വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് വട്ടയിലയിൽ പരത്തി തേങ്ങയും ശർക്കരയും കൂടെ വിളയിച്ചിട്ട് അതിൽ വെച്ച് കൊടുത്ത് മടക്കി ആവിയിൽ വേവിച്ച് എടുത്തതാണ് ഇത്. ആവിയിൽ പുഴുങ്ങിയെടുത്തത്. അപ്പോൾ തണുത്തതിന് ശേഷം കഴിക്കാം. നല്ല ടേസ്റ്റായത്. ചൂടോടുകൂടി തന്നെ പക്ഷേ കഴിക്കണം നമ്മൾ, ചെറിയ ചൂടോടുകൂടി തന്നെ. ഒത്തിരി അങ്ങ് തണുത്തു പോയാൽ പിന്നെ അങ്ങ് റബ്ബർ പോലെ ആയിപ്പോവും. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.